ഹായ് ഹലോ എല്ലാവർക്കും മിസാമി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉമ്മ കാലത്തെ എണീറ്റിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷൻ ആണ് കേട്ടോ മക്കളെ. കുറച്ച് കട്ടൻ അടിക്കാൻ വിചാരിച്ചു. ഇപ്പൊ ടൈം 6 ആണ്. നേരത്തെ ഒരു കാലിയൊക്കെ അടിക്കാന്ന് വിചാരിച്ചു. അതൊക്കെ അടിക്കട്ടെ. അപ്പോൾ ഗൈസ്, വേറൊരാള് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കാണിച്ചുതരാം. ഇപ്പം കഴിക്കുന്നത് ചിക്കൻ കറിയും കണ്ണുവച്ചോത്തിരിയാണ് കേട്ടോ കഴിക്കുന്നത്. അവന് ക്ലാസ്സിന് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം മക്കളെല്ലാവരും സ്കൂളിലേക്ക് പോയി. ഇനി അതിനുശേഷം നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനാണ്. അപ്പം അതെന്തിനാന്നുള്ളത് ചോദിക്കും. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ആ ഒരു കാര്യം പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി അതിൽ നിന്നൊന്നും മനസ്സിലായിട്ടില്ല എന്ന്. പക്ഷെ വീഡിയോ കാണാത്തത് കൊണ്ടായിരിക്കാം കമന്റുകളൊന്നും വരാത്തത്. അതിൽ വിഷമമൊന്നുമില്ല. എന്നാലും ഇനി ഞാൻ പറയാണ് ആ ഒരു കാര്യം. ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആണ്. ആ ഒരു ഇത് ഞാൻ ആ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് പറയാതെ പറഞ്ഞു എന്ന് പറഞ്ഞത് ആ വീഡിയോ കാണാത്തവരൊന്നും കാണുക. അപ്പം ആ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് ഇപ്പം. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്ര തന്നെ. അപ്പം ഇനിയും അതിൻ്റെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളും കാണും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് വല്ലാണ്ട് ഫുഡൊന്നും അങ്ങോട്ട് കഴിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് കഴിക്കാൻ കഴിയില്ല. അപ്പം ഇപ്പം തോന്നുന്നത് ഞാൻ കഴിക്കുകയാണ്. അപ്പം ഞാൻ കഴിക്കാൻ പോകുന്നത് ജസ്റ്റ് പഴം പുഴുങ്ങിയത് അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടിയിലേക്ക് നീങ്ങാൻ. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ദാ റെഡിയായി നിൽക്കുകയാണ്. ഇനി കുറച്ചൊരു മിനുക്ക് പണിയും കൂടി ഉണ്ട് മുഖത്ത്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തത്ര മിനുക്ക് പണിയെന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും, ഒരു ഉറങ്ങിണീച്ച ഫേസ് പോലെ അല്ലെങ്കിൽ കരഞ്ഞ മുഖം പോലെ ഉണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ണെഴുതണം, അത്രേ ഉള്ളൂ കേട്ടോ. അത് എഴുതിയില്ലെങ്കിൽ ഒരു കോൺഫിഡൻ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ണെഴുതാതെ അങ്ങനെ പുറത്തു പോകുമ്പോൾ ഒരു കോൺഫിഡൻ്റ് ഇല്ലാതെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കണ്ണെഴുതിയിട്ട് വരാം കേട്ടോ. അപ്പോൾ പോയി വരാം. അങ്ങനെ ഞാനിതാ ഫാത്തിമ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തതായതുകൊണ്ട് തന്നെ എനിക്ക് ടോക്കൺ നമ്പർ തന്നെ നേരത്തെ ഉള്ളത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അധികം റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗായ്സ്, നമ്മൾ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തതാണ്. ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ തുള്ളിച്ചാടി പോകുന്നു. അങ്ങനെ ഗൈസ്, ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ കട്ട വെയിറ്റിംഗ് ആണ്. ഇതാ കൂടെ കുരിപ്പുണ്ട്. അപ്പോൾ ഇതാ ടോക്കൺ നമ്പർ 2 ആണ്. അതിൻ്റെ അഹങ്കാരത്തിലാണ് വേഗം വന്നത്. പക്ഷേ ഡോക്ടർ ഇല്ല. ഡോക്ടർ തിയേറ്ററിലോട്ട് പോയതാണ്. വെയിറ്റിംഗ് ആണ് ഗൈസ്. അങ്ങനെ ഡോക്ടർ വന്ന് വേഗം കാണിച്ചു. അപ്പോൾ സ്കാനിങ്ങിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തിരി വിശപ്പൊക്കെ വന്നപ്പം പിന്നെ ഒന്നിന് ഒരു കോഫിയും എന്തെങ്കിലും പലഹാരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ താഴേക്ക് വന്നതാണ്.
അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ സ്കാനിങ് എടുക്കാൻ പോകണം. അപ്പം അതിന് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വന്നു. വെള്ളമൊക്കെ കുടിച്ച് വയറ് നിറച്ചിട്ട് വേണമല്ലോ പോകാൻ. അപ്പം അങ്ങനെ കുറച്ച് നേരം പോസ്റ്റായി, 1 മണിക്കൂറിലധികം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ടുമായിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ വന്നതാണ്. അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് സത്യം പറയുകയാണെങ്കിൽ ശ്വാസം നേരെ വീണത്. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കും, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്, നാടൻ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫുഡ് കഴിക്കാം അല്ലേ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി പാളയം ഭാഗത്തുള്ള സമുദ്ര മീൽസ് ഹൗസിലാണ് എത്തിയത്. അടിപൊളി ഫുഡാണ്. ഒരു തവണ ഇവിടുന്ന് കഴിച്ചതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് വീണ്ടും ഞാൻ അവിടെ എത്തിയത്. അത്യാവശ്യം നല്ല റഷുള്ള സ്ഥലം തന്നെയാണ്. അടിപൊളി നാടൻ ഭക്ഷണമുണ്ട്. വേറെയുള്ള ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, നോൺ വെജൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതാണ് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ ഫിഷ് ഫ്രൈയും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഗൈസ്, ഞങ്ങളിതാ ഇവിടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഭയങ്കര ടയേർഡാണ്, കാരണം ഈ ഒരു കണ്ടീഷനിൽ ഭയങ്കര ടയേർഡാണ്. നല്ല വെയിലും ഉണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉണ്ടതിനെ എത്തുന്നതാണ്. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.